ലോകത്തിലെ ആദ്യമായിട്ട് നിർമ്മിച്ച ട്രാൻസിസ്റ്ററിന്റെ ഒരു മോഡൽ അവിടെ ഉണ്ടായിരുന്നു. ഇന്ന് നമ്മൾ കാണുന്ന കമ്പ്യൂട്ടറുകളും സ്മാർട്ട് ഫോണുകളും ഒക്കെ വരാനുള്ള കാരണം ട്രാൻസിസ്റ്ററിന്റെ കണ്ടുപിടുത്തമാണ്. ക്വാണ്ടം ഡോട്ട്സ്, അതായത് ചെറിയ ക്രിസ്റ്റൽസിന്റെ സൈസിൽ മാറ്റം വരുത്തിയാൽ അത് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സിൽ ഗ്ലോ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. മെയ്സ്നർ ഇഫക്റ്റ് കാരണം സൂപ്പർ കണ്ടക്ടേഴ്സ് ലെവിറ്റേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ ക്വാണ്ടം ഡോട്ട്സിന്റെയും സൂപ്പർ കണ്ടക്ടേഴ്സിന്റെയും എല്ലാം ലൈവ് ആയിട്ടുള്ള ഡെമോൺസ്ട്രേഷൻസ് എക്സിബിഷനിൽ കാണാൻ സാധിക്കും. ക്വാണ്ടം ഡോട്ടിന്റെ സൈസ് അനുസരിച്ചിട്ടാണ്. ഇപ്പൊ മുകളിലിരിക്കുന്ന സാധനങ്ങൾ കണ്ടോ, ഇതുമെല്ലാം ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്വാണ്ടം ഡോട്ട്സ്. ഇതെല്ലാം കാഡ്മിയം ടെല്ലൂറൈഡ് ആണ്. മുകളിലുള്ളത് ചിലതൊക്കെ കാർബൺ ക്വാണ്ടം ഡോട്ട്സ് ആണ്. ചിലത് മാംഗനീസ് ഓക്സൈഡ് ക്വാണ്ടം ഡോട്ട് ആണ്. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്വാണ്ടം ഡോട്ട്സ് മെറ്റീരിയൽസ് ആണ് നമ്മൾ അതിനകത്ത് കാണിച്ചിട്ടുള്ളത്. ലോ ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ ലിക്വിഡ് നൈട്രജൻ ആണ് ഉപയോഗിക്കുന്നത്. ഇത് നിയോഡൈബിയം മാഗ്നറ്റ്സ് ആണ്. സ്ട്രോങ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രസൻസിൽ സൂപ്പർ കണ്ടക്ടേഴ്സിന് വേറൊരു പ്രത്യേകതയുണ്ട്. മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസിനെ അതിന്റെ ഉള്ളിലേക്ക് കടത്തി വിടില്ല, അതിന്റെ ചുറ്റിനുമായിരിക്കും പോകുന്നുണ്ട്. അപ്പൊ അത് ലോക്കായിട്ട് ലെവിറ്റേറ്റ് ചെയ്ത് അതിന്റെ ആ ഫീൽഡിൽ തന്നെ ലെവിറ്റേറ്റ് ചെയ്ത് നിൽക്കും. അതാണ് നമ്മൾ സൂപ്പർ കണ്ടക്ടർ മെയ്സ്നർ എഫക്റ്റ് എന്നാണ്